എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നെനിക്ക് നിങ്ങളോട് ആദ്യം ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ചോദ്യം വേറൊന്നുമല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസർ അതാരാണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളൂ. ഞാനിത് ചോദിക്കാൻ കാരണം, നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പല ഇൻഫ്ലുവൻസേഴ്സും പൈസ മേടിച്ചിട്ട് അവരുടെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ പറ്റിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ഇത് ചെയ്തേക്കാം. അതിന് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്ന് ഈ ഒരു ഫേക്ക് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മുടെയൊക്കെ മുന്നിൽ വരുന്നുണ്ട്. അത് കൂടുതലും കാണുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. കുറച്ച് പേരുടെയൊക്കെ വീഡിയോകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഫേക്ക് ആണ് എന്നുകൂടി നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എവിടെ വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ, ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലേ. കാരണം ഈ വിഷയം, ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ ഒരുപാട് പേരിലേക്ക് എത്തേണ്ടതുണ്ട്, ഒരുപാട് പേര് ഈ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെയൊക്കെ പൊളി വാക്കുകളിൽ, ഇവരുടെയൊക്കെ കള്ളങ്ങളിൽ എല്ലാവരും പോയി ചാടുന്നുണ്ട്. 1 മില്യൺ 2 മില്യൺ അല്ലെങ്കിൽ ഒരുപാട് അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ്, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇത്തരം ഫേക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത്. തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പറ്റിക്കപ്പെട്ടാലും അവരുടെ കയ്യിൽ കാശ് പോയാലും കുഴപ്പമില്ല, നമുക്ക് കാശ് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ഇൻഫ്ലുവൻസേഴ്സ്, ഒരു കൂട്ടം താരങ്ങൾ, ഇവരുടെയൊക്കെ പേരുകളിൽ കേസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഫേക്ക് പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കുറച്ച് പേരുടെ അടുത്ത് വെച്ചിട്ടുള്ളൂ, ഒരുപാട് പേരുടെ പ്രൊമോഷൻ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് കറങ്ങുന്നുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1, നമുക്ക് ആദ്യത്തെ ആളുടെ പ്രൊമോഷൻ ഒന്ന് കണ്ടു നോക്കാം. പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയും. ഒരു കാരണവശാലും ഫേക്ക് പ്രൊമോഷനിൽ വീണ് നിങ്ങൾ പ്രോഡക്റ്റുകൾ വാങ്ങരുത്. അത് നിങ്ങളുടെ കാശ് പോകുന്നത് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിനും അത് ദോഷമാണ്. നമുക്ക് എന്തായാലും ആദ്യത്തെ ആളുടെ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ആളെ മനസ്സിലായല്ലോ, ജാസ്മിൻ ജാഫർ. ഒരുപാട് ഫേക്ക് പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ട പ്രോഡക്റ്റാണിത്. കുറച്ച് കാലങ്ങൾക്ക് മുൻപായിരുന്നു ജാസ്മിൻ ഇത് പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുമായിരുന്നു. കാരണം ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് മാസങ്ങൾക്ക് മുൻപ്. അതായത് ഈ പ്രോഡക്റ്റ് വിപണിയിൽ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വാങ്ങി. സത്യമാണ്, അത് എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വാങ്ങി. അത് വാങ്ങിച്ച് ഉപയോഗിച്ചു. 2 പീസാണ് വാങ്ങിച്ചത്. ഈ 2 പീസ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടും എനിക്ക് യാതൊരു മാറ്റവും എനിക്കുണ്ടായിട്ടില്ല. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ബാക്കി ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇനിയിപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ കൂടെ ആവട്ടെ. ടാനിങ് റിമൂവ് ചെയ്യാൻ സ്കിൻ എക്സ്ഫോലിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സോപ്പ് സ്കിന്ന് ഡാമേജ് ചെയ്യാതെ വളരെ ജെന്റിലായി ചെയ്യും. ഈ സോപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇതൊരു ഡുവൽ ടെക്സ്ചർ ആട്ടോ വരുന്നത്. ഇതിന്റെ റഫ് സൈഡ് നമ്മുടെ ടാൻ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ജെന്റിലായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും നമ്മുടെ ഡെഡ് സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ സോഫ്റ്റ് സൈഡ്, അത് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നറിഷ് ചെയ്ത് സോഫ്റ്റ് ആക്കി ഫ്രഷ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കും. പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാൻഡൽവുഡ്, സാഫ്രോൺ, കോക്കനട്ട് ഓയിൽ, ഗോട്ട് മിൽക്ക് തുടങ്ങിയവയാണ് ഈ മാജിക് സോപ്പിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫ്രാഗ്രൻസ് സൂപ്പർ റിഫ്രഷിംഗ് ആണ്. ഇത് യൂസ് ചെയ്താൽ പിന്നെ പെർഫ്യൂം പോലും വേണ്ടി വരില്ല കേട്ടോ. ഇനിയിപ്പോൾ 1-2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും വന്നില്ല എന്ന് ആരും പരാതി പറയരുത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മാജിക് പോലെ റിസൾട്ട് വരും, എനിക്ക് വന്ന പോലെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ടാനിങ് ഉള്ളെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 20-25 ഡേയ്സ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടിപൊളി വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ചാനൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല, പക്ഷേ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ജാസ്മിൻ്റെ ടാൻ മാറി എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഒരു മാർക്കറ്റ് ചെയ്യുന്നത് നിറത്തിൻ്റെ പേരിൽ കളിയാക്കപ്പെടുന്ന ആൾക്കാരുടെ മനോഭാവത്തെയാണ് ഇവർ മുതലെടുക്കുന്നത്. കറുത്തുപോയി, നിന്റെ കൈ കറുത്തിരിക്കുന്നു, നിന്റെ മുഖം കരുവാളിച്ചിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഈ കോംപ്ലക്സിനെയാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. ജാസ്മിൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ താഴെ വന്ന് ഈ വീഡിയോയ്ക്ക് കിട്ടിയ ലൈക്ക് എന്ന് പറഞ്ഞാൽ 6974. ഇത്രയും ലൈക്ക് കിട്ടണമെങ്കിൽ ഈ വീഡിയോ എത്രമാത്രം ആൾക്കാരിലേക്ക് എത്തണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു വീഡിയോ ചെയ്തു, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 ലൈക്ക് കിട്ടണമെങ്കിൽ മിനിമം ആ വീഡിയോ 4000 പേര് കാണണം. ഓക്കെ, ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു രീതിയാണ്. 4000 പേര് കണ്ടാലേ 100 ലൈക്ക് ആ വീഡിയോയ്ക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 6000 ലൈക്ക് കിട്ടണമെങ്കിൽ ജാസ്മിൻ്റെ വീഡിയോ എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ടാവും? ഇതിൻ്റെ കമൻറ്റ് 4111 കമൻസ് ആണ്. നമുക്ക് ആ കമൻറ്റുകൾ എന്താണെന്ന് നോക്കാം. ജാസ്മിൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, ടാൻ എന്ന് കമൻറ്റ് ചെയ്യൂ, ലിങ്ക് അയച്ചു തരാം. നമുക്ക് ആ കമന്റ് നോക്കാം. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഷെയർ ചെയ്ത് ഞാൻ കണ്ടു. ഇനിയിപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ കൂടെ ആവട്ടെ. ടാനിങ് റിമൂവ് ചെയ്യാൻ സ്കിൻ എക്സ്ഫോലിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവരും പറഞ്ഞേക്കുന്നത് ടാൻ 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 ലിങ്ക് ടാൻ ലിങ്ക് ടാൻ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട്.
ഇടയ്ക്ക് ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ആ കമൻ്റ് എന്ന് പറയുന്നത് പക്ക ഉടായിപ്പാണ്, ആരും വേടിക്കരുത്, ഡെയിലി കുളിക്കാത്ത ഇവളാണ് റിസൾട്ടിനെ കുറിച്ച് പറയുന്നത്. ഉളുപ്പുണ്ടോടി നിനക്കൊക്കെ പൈസയും മേടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കാൻ. ഡോണ്ട് ബൈ ദിസ് പ്രോഡക്റ്റ്, ഇറ്റ്സ് ഫേക്ക്, ഐ യൂസ്ഡ് ഇറ്റ് മൈസെൽഫ് ആൻഡ് ഡിഡ്ന്റ് ഗെറ്റ് എനി റിസൾട്ട്. ഇതാണ് അയാൾ പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ സോപ്പ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഏത് സോപ്പും ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഇപ്പോൾ കൈ തേച്ച് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നൊരു ഗ്ലോ കുറച്ച് നേരത്തേക്ക്, അത് തന്നെയാണ് ഈ സോപ്പും തരുന്നത്. അത് കഴിയുമ്പോഴേക്കും ഇത് മാറാണ്. ഞാൻ 2 പീസാണ് ഉപയോഗിച്ചത്, ഒന്നല്ല. ഒന്നോ അല്ലെങ്കിൽ ഒന്നിൻ്റെ പകുതിയോ അല്ല, 2 പീസ് സോപ്പ് ഉപയോഗിക്കണമെങ്കിൽ, കാരണം ഒരു പാക്കറ്റ് 2 പീസായിരുന്നു. ഇത് തേച്ച് കഴിഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ആ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചെറിയ ഗ്ലോ ഉണ്ടാവും. അതിനപ്പുറം ഇതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ജാസ്മിൻ പറഞ്ഞത് ഫേക്ക് ആണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്ത് തരാം. അതായത് ജാസ്മിൻ്റെ തന്നെ കൈ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇത് ജാസ്മിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ജാസ്മിൻ ഇട്ട വീഡിയോ കണ്ട ആ ഒരു കൈയാണ്. ഓക്കെ, ഇതിൻ്റെ ബിഫോർ ഫോട്ടോ നിങ്ങൾ നോക്കുക. ജാസ്മിൻ്റെ കയ്യിൽ ടാൻ പോലെ കാണുന്നുണ്ട്, അതായത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ കാണുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സോഫയുടെ കളർ നിങ്ങൾ നോക്കുക, ഒരു ഡാർക്ക് ഷെയ്ഡ് ആ സോഫയ്ക്കുണ്ട്. ശരിയാണല്ലോ. ഇനി ജാസ്മിൻ്റെ ആഫ്റ്റർ ഫോട്ടോ നോക്കുക. കൈ നല്ല വെളുത്തിരിക്കുന്നു, കഴുത്ത് നല്ല വെളുത്തിരിക്കുന്നു. ഐ മീൻ കഴുത്തിൻ്റെ താഴെ ആ ഒരു പോർഷൻ നല്ല വെളുത്തിരിക്കുന്നു. മേലത്തെ ഫോട്ടോയിൽ ആ പോർഷനും കൈയുടെ കളറും ഏകദേശം സിമിലർ ആണ്. ഇവിടെ കൈയുടെ കളറും ആ പോർഷനും സിമിലർ ആണ്, വെളുത്തു, മറ്റേത് കറുത്തു ചെറുതായിട്ട്. ഇനി സോഫ നോക്കിയേ, സോഫയും വെളുത്തിരിക്കുന്നു. ജാസ്മിൻ സോഫയും എന്താ ഈ സോപ്പിട്ട് വാഷ് ചെയ്തോ? അല്ല, ഒരു സംശയം ചോദിക്കുകയാണേ, നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംസാരിക്കുന്നു. എൻ്റെ ഈ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഒരു ലൈറ്റ് കൊണ്ട് വെച്ചാൽ എൻ്റെ ഈ ഷെയ്ഡ് മാറും. ഇത് മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരല്ല മലയാളികൾ. പക്ഷേ എന്നിട്ടും ഇവരുടെ കമൻറ്റ് ബോക്സിൽ 4011 പേരോളം കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ടാൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരുടെ ഫോളോവേഴ്സിനെ പറ്റിക്കുന്നതല്ലേ. ജാസ്മിൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഒറ്റ ദിവസം കൊണ്ട് ടാനിങ് മാജിക്കലി റിമൂവ് ആവില്ല. ലൈക്ക് മെനി കെമിക്കൽ പ്രൊഡക്ട്സ് ക്ലീൻ. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ 7 ദിവസം യൂസ് ചെയ്ത ടാനിങ് വിസിബിളി കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ടാനിങ് റിമൂവ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? സ്കിൻ എക്സ്ഫോളിയേഷൻ. ആൻഡ് ഈ സോപ്പിന്റെ ടെക്സ്ചർ അതിന് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് റഫ് സൈഡ്, ഇത് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ടാൻ ലെയർ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതാണ് സ്മൂത്ത് സൈഡ്, ഇത് സ്കിൻ നറിഷ് ചെയ്യാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സോപ്പിൽ യൂസ് ചെയ്തേക്കുന്നത് ഭയങ്കര പ്രീമിയം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, ലൈക്ക് സാഫ്രൻ, സാൻഡൽവുഡ്, ഗോട്ട് മിൽക്ക് ആൻഡ് കോക്കനട്ട് ഓയിൽ. ഗൈസ്, ഈ സോപ്പിന്റെ ഫ്രാഗ്രൻസ് എന്റെ അമ്മയെ സത്യം പറഞ്ഞാൽ വേറെ ലെവലാണ്. ടു ബി ഹോണസ്റ്റ്, പെർഫ്യൂം പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് 1 വീക്ക് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ ക്ലിയർലി സീ ദ റിസൾട്ട്സ്. ഇവിടെ നോക്കൂ, 2 ഫോട്ടോയും തമ്മിലുള്ള ഡിഫറൻസ്. രണ്ടിൻ്റെയും ലൈറ്റപ്പ് മാത്രമാണ് മാറിയിട്ടുള്ളത്. ജൂഹിയാണ് ഈ കഥാപാത്രം. നമുക്കറിയാം ഉപ്പുമുളകിലെ ലച്ചു. ഈ ഫോട്ടോ നോക്കിയാൽ ബിഫോർ ഫോട്ടോയിൽ ജൂഹിയുടെ കൈ അല്പം കറുത്തിരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ടും കറുത്തിരിക്കുന്നു. ആഫ്റ്റർ ഫോട്ടോയിൽ കൈ വെളുത്തിരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ടും വെളുത്തിരിക്കുന്നു. ഇത് ജസ്റ്റ് ഡ്രസ്സും ലൈറ്റപ്പ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുന്നത്? ശരിക്കും നിങ്ങളുടെയൊക്കെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ അത്രമാത്രം അന്ധമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർ പറയുന്നത് ശരിയായിരിക്കും, ഇവർ ഉപയോഗിച്ച് റിസൾട്ട് കണ്ടിട്ടാണല്ലോ ഇവർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സാധനം മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഏകദേശം ഇപ്പോൾ 220 രൂപയാണ് ഇതിൻ്റെ വില. 220 രൂപ. സാധാരണക്കാരനൊരുത്തൻ അവൻ ജോലിക്ക് പോയി കിട്ടുന്ന കാശിൻ്റെ 4 ഭാഗം അല്ലേ? ആ എമൗണ്ട് വെച്ച് അവൻ ഈ സോപ്പ് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ലെങ്കിലോ? നിങ്ങൾക്കിത് ഉപയോഗിച്ചത് ഒരൊറ്റ ദിവസമായിരിക്കും, ആ സമയത്ത് ഒരൊറ്റ പ്രാവശ്യമായിരിക്കും. ആ സമയത്ത് തേക്കുമ്പോൾ കാണുന്ന ആ ഒരു ഗ്ലോ അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. അടുത്തതാണ് വലിയൊരു താരം, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. കേട്ടോക്കാം. ഈ വക സോപ്പുകളൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിന്ന് സൂപ്പർ ആവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഈ വക കെമിക്കൽ സോപ്പുകൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിന്ന് നാശമായി പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കുള്ള മാറ്റം വേണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെറും 7 ദിവസം മതി നിങ്ങളുടെ കൈകളിലെയും കഴുത്തിലെയും ടാൻ മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനാവും. ഗർ സോപ്സിന്റെ മാജിക് സോപ്പ്. ഇതിലടങ്ങിയിരിക്കുന്ന ചന്ദനം, കുങ്കുമപ്പൂവ്, ആട്ടിൻപാല് തുടങ്ങിയ എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ നാച്ചുറൽ ആണ്. അതുകൊണ്ട് തന്നെ ടാൻ ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഒരു വശം സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, മറുവശം നല്ല സ്മൂത്തും ആണ്. ഇവിടെ നോക്കൂ, അനീഷിന്റെ കൈ ബിഫോർ ഫോട്ടോയിൽ കറുത്തിരിക്കുന്നു, അനീഷിന്റെ ഷർട്ടും കറുത്തിരിക്കുന്നു അല്ലേ? ആഫ്റ്റർ ഫോട്ടോ നോക്കിയേ, അനീഷിന്റെ കൈ വെളുത്തു, അനീഷിന്റെ ഷർട്ടും വെളുത്തു. നിങ്ങൾ ഈ കൈയും ശരീരമൊക്കെ കഴുകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ടോ നിങ്ങളുടെ സോഫയോ ഒക്കെ ഈ പറയുന്ന സോപ്പ് വെച്ചിട്ട് വാഷ് ചെയ്യാറുണ്ടോ? അതുകൊണ്ടാണോ അതും കൂടെ വെളുക്കുന്നത്? ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് ഗിമിക്. ഇവർ ശരിക്കും നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോരുത്തരും ഇനി എല്ലാവരും പറയുന്നത് ഒരേ വാക്കുകളാണ്, ഒരേ വാചകങ്ങളാണ്. എല്ലാവർക്കും പറയാനുള്ളത് ഗോഡ് മിൽക്ക്, കുങ്കുമപ്പൂവ്, അങ്ങനെ ആ സാധനം ഈ സാധനം ഇതെല്ലാം ഇതിനകത്തുള്ളതെന്ന് പറയുന്നു.
എല്ലാവരും പറയുന്ന വേറൊരു പോയിന്റ് ഫ്രാഗ്രൻസിനെ കുറിച്ചാണ്, മണത്തെക്കുറിച്ചാണ്. ഒരു സ്ക്രിപ്റ്റഡ് ആഡാണിത്. പണ്ട് TV ചാനലുകളിൽ പരസ്യങ്ങൾ ആശ്രയിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ ചെയ്യുന്നത്. 10,000-ഉം 50,000-ഉം ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട്. അത് അവരുടെ പ്രൊഫൈൽ റീച്ച് അനുസരിച്ച് പേയ്മെൻറ്റ് മാറും. നല്ല എമൗണ്ടുകൾ തന്നെയാണ് മേടിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് പഠിച്ചു പറയാൻ വലിയ പാടൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ശൈലിയിൽ പറയുന്നത് മാത്രം. ജാസ്മിൻ്റെ സ്റ്റൈലിൽ പറയും, ജൂഹിയുടെ സ്റ്റൈലിൽ പറയും, അനീഷിൻ്റെ സ്റ്റൈലിൽ പറയും. സ്ക്രിപ്റ്റ് ഒന്ന് തന്നെയാണ്, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നു, അത്രേ ഉള്ളൂ. ഇത് ആർക്കും പഠിച്ചു പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ പറ്റിക്കുന്നത് ആരെയാണ്? നിങ്ങളുടെ ഫോളോവേഴ്സിനെയാണ്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ്. ഇങ്ങനെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം ഉണ്ടാകുന്നത്? അപ്പോൾ ചോദിക്കും, പരസ്യങ്ങൾ കണ്ട ആൾക്കാർ പറ്റിക്കപ്പെടുന്നില്ലേ? പരസ്യങ്ങൾ കണ്ട് എല്ലാവരും പോയി ചാടുന്നില്ല. ഇനി അങ്ങനെ ചാടുന്നവർ തിരുമണ്ടന്മാരാണെന്ന് ഞാൻ പറയും. പക്ഷേ ഇവരുടെ കാര്യം അങ്ങനെയല്ല. കാരണം ഇപ്പം ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ എന്നെ വിശ്വസിച്ച് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന, അല്ലെ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നാളെ ഞാൻ വന്ന് ഒരു ഫേക്ക് പ്രോഡക്റ്റിൻ്റെ പരസ്യം ചെയ്താൽ ഞാൻ അവരെ പറ്റിക്കുന്നതല്ലേ? അത് തന്നെയാണ് ഇവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ അതൊരു പുതിയ കാര്യമല്ല. കാര്യം കുറച്ചാൾ മുൻപ് തന്നെ ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിനെ കുറിച്ച് ജാസ്മിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇവരെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമല്ല. അനന്തുവിൻ്റെ ചാനലിൽ, ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ചാനലിൽ അതിനെ വലിച്ചു കീറിയിട്ടുണ്ട്. പക്ക ഫേക്കാണ്, പക്ക ഉടായ്പാണെന്ന് അനന്തു പൊളിച്ചു കാണിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എത്രയൊക്കെ അനുഭവങ്ങൾ കിട്ടിയാലും ഇവരൊന്നും പഠിക്കില്ല. വീണ്ടും കാശ് കിട്ടാൻ വേണ്ടി ഇവരെന്ത് ഫേക്ക് പ്രോഡക്റ്റും ഇവരെല്ലാം മാർക്കറ്റ് ചെയ്യും. ഈ സോപ്പിന്റെ പരസ്യം എത്ര പേരാ ചെയ്യണമെന്ന് അറിയോ? അനീഷിൽ ഇത് അവസാനിക്കുന്നില്ല, ഇനിയുണ്ട്, കാണാം. കയ്യിലുള്ള എല്ലാ പ്രൊഡക്ട്സും ട്രൈ ചെയ്ത് മടുത്ത് കാണൂലേ? ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ബോഡിയിലെ ഫുൾ ടാൻ വെറും 7 ദിവസം കൊണ്ട് റിമൂവ് ചെയ്യുന്ന ഗറിന്റെ ആയുർവേദിക് സോപ്പാണിത്. ഇക്കാലത്ത് 200 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഗറിന്റെ സോപ്പ് നിങ്ങൾക്ക് കിട്ടും. അതും നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവാൻ സഹായിക്കുന്ന സാൻഡൽവുഡ്, സാഫ്രോൺ, ഗോട്ട് മിൽക്ക് എന്നിവയുള്ള മാജിക്കൽ സോപ്പ്. പിന്നെ ഇതിന്റെ സ്മെൽ, ഇത് ഉപയോഗിച്ച വേറെ പെർഫ്യൂംസിന്റെ ഒന്നും ആവശ്യമില്ല. പെർഫ്യൂം വേണ്ട, ഈ സോപ്പ് ഉപയോഗിച്ചാൽ മതി. എല്ലാവരും പറയുന്ന സ്ക്രിപ്റ്റ് ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും പറയാനുള്ളത് ഒന്നുകിൽ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ്. മനസ്സിലായോ? ഈ 4 പേരും പറഞ്ഞിരിക്കുന്ന ഒരേ പാറ്റേൺ തന്നെയാണ്, മാറ്റമൊന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ല. ബാക്കിയൊക്കെ പിന്നെ ഇങ്ങനൊരു സോപ്പ് ഞാൻ ആദ്യമായിട്ട് കാണാം. 2 ഡിഫറെന്റ് സൈഡ്സ് ഉള്ളത്. ദി റഫ് സൈഡ് ടു എക്സലൈറ്റ് യുവർ സ്കിൻ ആൻഡ് ദ സോഫ്റ്റ് സൈഡ് ടു മോയ്സ്ചറൈസ് യുവർ സ്കിൻ. സോ വർഷങ്ങളായിട്ടുള്ള ഈ ടാൻ DIY മാസ്ക് വെച്ചിട്ട് പോകാൻ പാടാണ്. അത് മാത്രമല്ല ഡെയിലി അത് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഗെറ്റ്സ് മെസ്സി ആൻഡ് കുറച്ച് ഇൻകൺവീനിയന്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അടിപൊളി പ്രാക്ടിക്കൽ നല്ല റിസൾട്ട് തരുന്ന ഒരു സൊല്യൂഷൻ വന്നത്. അമലാപോളിനൊക്കെ ഈ പറയുന്ന ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ജീവിക്കുക. കഷ്ടമുണ്ട്, കുറച്ച് കഷ്ടം. പിന്നെ അമലാപോളിനെ പോലുള്ള ആൾക്കാരാണ് ഇത് ആദ്യം കൊണ്ടുവന്നെന്ന് തോന്നുന്നു. അവരെ കൊണ്ടാണ് ഇവർ ആദ്യം പരസ്യം ചെയ്യിപ്പിച്ചതെന്ന് തോന്നുന്നു. ഇത് കുറച്ച് പഴയ പരസ്യമാണ്. പുതിയ പരസ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ജാസ്മിനാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ട ജാസ്മിൻ്റെ പരസ്യമാണ് ഏറ്റവും ലാസ്റ്റ് കാണുന്നത്. ഇത് ഞാൻ അമലാപോളിൽ നിന്ന് ഫുള്ളി ഞാൻ വെക്കുന്നില്ല, കാരണം ഇത് സെയിം പാറ്റേൺ തന്നെ, സെയിം സാധനം തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഇനി വേറൊരാളുണ്ട്, കേൾക്കാം. இவ்வளோ ரெப்யூட்டட் பிராண்ட் கிட்ட இருந்து இந்த மாதிரி ஒரு ப்ராடக்ட் வரும்னு நான் எக்ஸ்பெக்ட் பண்ணவே இல்லை. 7 நாளில் டேன் போகும்னு சொல்கிறாங்க. ഇവിടെ നോക്കിയ ഫോട്ടോ, ബിഫോർ ഫോട്ടോയിൽ ഐശ്വര്യയുടെ കൈ കറുത്തിരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ടും കറുത്തിരിക്കുന്നു. ആഫ്റ്റർ ഫോട്ടോയിൽ ഐശ്വര്യയുടെ കൈ വെളുത്തിരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ടും വെളുത്തിരിക്കുന്നു. മാത്രമല്ല ബിഫോർ ഫോട്ടോയിൽ ഐശ്വര്യയുടെ ഷാഡോ അവിടെ കാണുന്നില്ല, കാരണം അവിടെ ലൈറ്റപ്പ് ഇല്ല. ആഫ്റ്റർ ഫോട്ടോയിൽ ആ ഡ്രസ്സിൻ്റെ ഷാഡോ അവിടെ ബാക്കിൽ കാണുന്നുണ്ട്, കാരണം അവിടെ ലൈറ്റപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെയാണ് ആൾക്കാരെ ഇവർ പറ്റിക്കുന്നത്. എന്തിനാണ്? കാശിന് വേണ്ടി. ശരിക്കും ഇവരെയൊക്കെ ഫോളോ ചെയ്ത ആൾക്കാരെ ഓരോരോ പുതിയ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഓരോ ആഴ്ചയിലും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ആൾക്കാർ അയച്ചു കൊടുക്കുന്നു. അവരത് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു നേരമോ ഉപയോഗിക്കുന്നു, ഒരു റിവ്യൂ പോലെ പറയുന്നു. ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, ഓർണമെൻറ്റ്സിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ സോപ്പുകളുടെ ആയിക്കോട്ടെ, നിങ്ങൾ ജെന്യൂൻ റിവ്യൂ പറയും. ജെന്യൂനായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇത്ര 7 ദിവസം നിങ്ങൾ എത്ര പേര്, ഞാൻ ജാസ്മിനെയും അല്ലെങ്കിൽ ഞാൻ ഈ പരസ്യത്തിൽ കണ്ട ഓരോരുത്തരും ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ എത്ര ദിവസം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്? ഇവർ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും, എല്ലാ സോപ്പും പുതിയ സോപ്പുകളാണ്, അവർ ഉപയോഗിച്ച സോപ്പുകളല്ല. ജസ്റ്റ് ഇങ്ങനെ തേക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. തേച്ച ഉടനെ അവിടെ ഗ്ലോ വരുന്നു. നിങ്ങളെന്താ ഇത്? നിങ്ങൾ ആരെ മണ്ടന്മാരാക്കുന്നത്? ഈ മണ്ടത്തരത്തിൽ വീഴുന്ന ആൾക്കാരുണ്ടാവും. ആ പാവങ്ങളുടെ കാശ് നിങ്ങൾ കാരണം ഇല്ലാതാവുന്നു. കാശും അവരുടെ ശരീരവും. നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റുമോ ഇത് തൊലി പൊളിയില്ല എന്നുള്ള കാര്യം? ഇത് തേച്ചാൽ ചില ആൾക്കാരുടെ സ്കിന്നിന് അത് പിടിക്കില്ല, അവരുടെ തൊലി പൊളിയില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ പറ്റുമോ? നാളെ ഇതിനെന്തെങ്കിലും പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമായിരിക്കും. എന്തിനാണ് ഇമാതിരി ഫേക്ക് പ്രോഡക്റ്റിന്റെ റിവ്യൂ ആയിട്ട് നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കുന്നത്? ഇന്ന് ഘർ സോപ്പ് ആണെങ്കിൽ നാളെ വേറൊരു സോപ്പ്, മറ്റന്നാൾ വേറൊരു പ്രോഡക്റ്റ്, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി എത്ര പേരാണ് ഈ പ്രോഡക്റ്റ് പരസ്യം ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കണം, കണ്ടു നോക്ക്. എത്ര പേരാ? എല്ലാം ഇൻഫ്ലുവൻസേഴ്സാണ്, എല്ലാം അറിയുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? സോപ്പ് മാത്രമല്ല, ഇവരുടെ തന്നെ വേറൊരു എന്തോ ക്രീം പോലത്തെ സാധനമുണ്ട്, അതും ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റാണ്. ഇതൊന്നും മേടിച്ച് നിങ്ങൾ പറ്റിക്കപ്പെടരുത് ദയവേത്. ഇവർക്കല്ല, അതെ, ഓരോ ആൾക്കാരെ നിങ്ങൾ നോക്കി, ഇവരെല്ലാം ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്ത ആൾക്കാരാണ്. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ.
ഇത്രയേറെ ആൾക്കാർ. ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന പ്രൊമോഷൻ വീഡിയോകളാണ്. എല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഇത്രയധികം ആൾക്കാർ, ഇത് കുറവാണ്, ഇനിയും ഒരുപാട് പേരുണ്ട്. ഇത്രയധികം ആൾക്കാർ ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്. റിവ്യൂ എന്നല്ല, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. അവർ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ആകെ ഒരു നേരം, ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ബിഫോർ ആർ ആഫ്റ്റർ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ആ കാണിച്ച രീതി ഞാൻ പ്രൂവ് ചെയ്തല്ലോ. ലൈറ്റപ്പ് ചെയ്തിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്? ഇവരൊന്നും കാണിക്കുന്ന ഒരു പ്രോഡക്റ്റും നിങ്ങൾ ദയവ് ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കരുത്. നാളെ അവർ സത്യസന്ധമായിട്ടൊരു പ്രോഡക്റ്റ് ഒന്ന് റിവ്യൂ ചെയ്താൽ പോലും ആൾക്കാർ വിശ്വസിക്കില്ല. പക്ഷെ അതിലും പോയി വീഴുന്ന മണ്ടന്മാരുണ്ട്. സീരിയസ്ലി ഇവരുടെ അന്തം ഫാൻസാണ് പോയി വീഴുന്നത്. ഞാൻ നേരത്തെ ജാസ്മിൻ്റെ കമൻറ്റ് ബോക്സ് കാണിച്ചെന്നില്ലേ, 4000-ന് മേലുള്ള ആൾക്കാരാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. ലിങ്ക് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്? അത് ജാസ്മിനെ വിശ്വസിക്കുന്നുണ്ടാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും കമൻറ്റ് ബോക്സിലുണ്ട്. ജൂഹിയുടെ വീഡിയോ കണ്ടത് 2,79,000 പേരാണ്. അനീഷിന്റെ വീഡിയോ കണ്ടത് 1,40,000 പേര്. റംസാന്റെ വീഡിയോ 1,60,000 പേര്. ഇത്രയൊക്കെ ആൾക്കാർ കണ്ടാൽ മാത്രമേ അതിന് അത്രയധികം ലൈക്കുകൾ കിട്ടുള്ളൂ. ജാസ്മിന്റെ ഒക്കെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, 1 മില്യനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയധികം ആൾക്കാർ തൻ്റെ ഫോളോവേഴ്സിനെയും തൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ജന്മങ്ങൾ. സോ ദയവ് ചെയ്ത് ഇത്തരം തട്ടിപ്പുകളിൽ പോയി ചാടാതിരിക്കുക. ഞങ്ങളെ കൊണ്ട് ഇത് പറയാനേ പറ്റുള്ളൂ. ഇത് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, കഴിയുന്നതും ഇത്തരം വീഡിയോകൾ തന്നെ നിങ്ങൾ കാണാതിരിക്കുക. ഇത്തരം ഫേക്ക് പ്രൊമോഷൻ വീഡിയോകൾ തന്നെ കാണാതിരിക്കുക. എനിവേ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.